ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിക്കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അതാത് സംവിധാനങ്ങളിലേക്കുള്ള ഭരണസമിതി നിലവിൽ വരും. ഇവിടെ പ്രത്യേകമായി പറയാനുള്ളത്, ഇതുവരെ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തവർ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിക്കുന്നു. എങ്ങനെയാവട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ ഭരണമേഖലയിലെ മുഴുവൻ ആളുകളുടെയും പ്രജകളുടെയും ഭരണാധികാരിയാണ്. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ ബാധ്യസ്ഥരാണ് ഭരണാധികാരികൾ. അവിടെ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ മറ്റുള്ള വിവേചനങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അധികാരത്തിന്റെ ചക്കരക്കുടത്തിൽ കൈയിട്ടുവാരി അഴിമതിയുടെ കറ പുരളാതിരിക്കാനും ഭരണാധികാരികൾ സൂക്ഷിക്കേണ്ടതാണ്. വളരെ മഹത്തായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഗ്രാമങ്ങളിലേക്കും അതിന്റെ മുകളിലുള്ള 2 സംവിധാനങ്ങളിലേക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. പ്രത്യേകിച്ച് ഗ്രാമങ്ങളുടെ ഭരണാധികാരികളായ ആളുകൾക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഗ്രാമങ്ങളുടെ പുരോഗതിയും ഗ്രാമത്തിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങളും റോഡുകളും ഗതാഗതവും ശുചിത്വവും തൊഴിലും ഇങ്ങനെ തുടങ്ങി വൈദ്യുതിയും കുടിവെള്ളവും ഇങ്ങനെ തുടങ്ങിയുള്ള പല വിഷയങ്ങളിലും അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. തന്റെ ഗ്രാമം ഈ വിഷയങ്ങളിലെല്ലാം പരിപൂർണമാവണം, നല്ലൊരു നിലവാരത്തിലെത്തണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ തന്റെ ഗ്രാമപരിധിയിലുള്ള പ്രജകൾ പല വിഷമങ്ങളും സഹിക്കുന്ന പലരുമുണ്ട്. താമസിക്കാൻ ഒരു വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കുടിവെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നിത്യരോഗികളും കിടപ്പ് രോഗികളുമായ ആളുകളുണ്ട്, വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ പഠനം വഴിക്കുവെച്ച് മുടങ്ങിയ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യകരമായ അവരുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ വ്യക്തികളുടെ ഈ അവശതകളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ ഭാഗഭാക്കാകുക എന്നതാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രാമം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ അടിക്കല്ലാണ്, ആണിക്കല്ലാണ്, ഹൃദയമാണ്, അതിന്റെ എല്ലാമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് നാം വിസ്മരിച്ചുകൂടാ. ഗ്രാമങ്ങളുണ്ടെങ്കിലേ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നിയമസഭകളും ലോകസഭകളുമൊക്കെ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. അതിൻ്റെയൊക്കെ ആണിവേര്, അതിൻ്റെയൊക്കെ ആത്മാവ് ഗ്രാമങ്ങളാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതും. ഈ സാഹചര്യത്തിൽ ഭരണാധികാരികൾ അവരുടെ മുന്നിൽ ഒരുപാട് റോൾ മോഡലുകളായ മഹത്തുക്കൾ, വിജിഷികൾ, മഹാന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ ഭരണ രംഗങ്ങളും അവരുടെ ഭരണരീതികളും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനെടുത്തപ്പോൾ മഹാത്മാഗാന്ധി പറയുകയുണ്ടായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഖലീഫ ഉമറിന്റെ ഭരണം ഇവിടെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. നമുക്ക് അറിയാം, അമീറുൽ മുഅ്മിനീൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖലീഫ ഉമറിനെ അറിയാത്തവർ ആരുമില്ല. ജാതിമത ഭേദമന്യേ എല്ലാവരും കേട്ടറിഞ്ഞ ഒരു നാമമാണ്
ഖലീഫ ഉമർ എന്നത്. മഹാനവറുകൾ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ താൻ നടത്തിയ നയപ്രഖ്യാപനം, ഓ ജനങ്ങളെ, നിങ്ങൾ എന്നെ അധികാര കസേരയിലേക്ക് അവരോധിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ ഭാഗത്തുനിന്ന് വല്ല കുറവും വക്രതയും ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്നവനാണ് എന്നോട് നീതി പുലർത്തുന്നവൻ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ തന്റെ പ്രജകളെ ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ അവരുടെ ജീവിത രീതി വളരെ ലാളിത്യത്തോടുകൂടെ പരിക്കൻ റൊട്ടിയും വളരെ വില കുറഞ്ഞ വസ്ത്രവും വളരെ ലളിതമായിട്ടുള്ള താമസ സൗകര്യങ്ങളും ആയിരുന്നു അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. വെറും ഈത്തപ്പന ഓല കൊണ്ട് നെയ്തെടുത്ത പായകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷങ്ങൾക്ക് താഴെ വൃക്ഷങ്ങളുടെ തണലിൽ കിടന്നുകൊണ്ടൊക്കെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിരുന്നതായി, വിശ്രമിച്ചിരുന്നതായിട്ടൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകള് പറയുമായിരുന്നു, ഈ ഭരണത്തിൻ കീഴിൽ എന്തെങ്കിലും ഒരു ന്യൂനത വന്നാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടവനാണ് ഞാൻ. ഒരൊട്ടകമോ കുതിരയോ റോട്ടിൽ വഴിയിലെ കുഴിയിൽ കാൽവഴുതി വീണ് അതിനെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നാളെ പരലോകത്ത് ഉമർ സമാധാനം പറയേണ്ടവനാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലഘട്ടത്തിൽ പാതിരാ സമയങ്ങളിൽ തനിക്കുറക്കമില്ല. ഏതെങ്കിലും ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ കയറിക്കൊണ്ട് തന്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശീലം അവരുടെ ഭരണകാലത്ത് ഉള്ളതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം ഒരു ചെറ്റക്കുടിലിന്റെ മുന്നിലൂടെ താൻ രാത്രി വേഷപ്രച്ഛന്നനായി ഖലീഫയാണെന്ന് മറ്റുള്ളവരറിയണ്ട എന്ന രൂപത്തിൽ വളരെ സാധുവായി ഒരു കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ കയറിക്കൊണ്ടാണ് സഞ്ചാരം. താൻ ഒരു ചെറ്റക്കുടിലിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ കുഞ്ഞുമക്കളുടെ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ വിഷയം എന്താണെന്ന് തിരക്കിയപ്പോൾ ആ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശന്നുകൊണ്ട് കരയുകയാണ്. അവരെ സമാധാനിപ്പിച്ചുറക്കാൻ വേണ്ടി അടുക്കളയിൽ ഒരു പാത്രം വെച്ചിങ്ങനെ അവരുടെ ഉമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭക്ഷണമാണെന്ന് കുട്ടികൾ കരുതിക്കോളും. അങ്ങനെ അവര് സന്തോഷിച്ചു ഉറങ്ങിയാൽ അവരുടെ കരച്ചിൽ ഒന്ന് അവസാനിക്കുമല്ലോ എന്ന് വെച്ച് ഖലീഫ ഉമർ തന്റെ ഫുഡ് ഗോഡൌണിലേക്ക് തിരിച്ചുപോയി. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. താൻ തന്റെ തലയിൽ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവിന്റെ ചാക്കും കയ്യിൽ എണ്ണയും മറ്റു ഉപകരണങ്ങളും കരുതിക്കൊണ്ട് ആ അനാഥ മക്കളുടെ വീട്ടിലേക്ക് ചെറ്റക്കുടലിലേക്ക് വരികയും അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ദിവസം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ രാത്രിയുടെ ആ ഇരുട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു താൽക്കാലിക ടെന്റിന് മുന്നിൽ ഒരു സഹോദരൻ നിൽക്കുന്നുണ്ട്. ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ ആരാണെന്നറിയില്ല. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത്, അതായത് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് തന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ താൻ പറഞ്ഞു, ഇവിടെ ഉമർ എന്ന് പറയുന്നൊരു ഭരണാധികാരിയുണ്ട്. സാധുക്കളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ പരിഗണിക്കുന്ന ഒരു ഭരണാധികാരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആയതുകൊണ്ട് വല്ല സഹായവും കിട്ടുമോ എന്ന് തേടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ടെന്റ് കെട്ടി താമസിക്കുന്നത്. എന്റെ ഭാര്യ ഇപ്പോൾ ഇതാ അവർക്ക് പ്രസവ നോവ് തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രസവമെടുക്കാൻ ആളില്ല, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണവുമില്ല. ഇത് കേട്ടറിഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയിക്കൊണ്ട് തന്റെ ഭാര്യ ഉമ്മു കുൽസൂം ബിന്തു അലിബിന് അബി താലിബിന്റെ മകള് കൂടിയായ തന്റെ ഭാര്യ ഉമ്മു കുൽസൂമിനെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ ഇരുവരും ആ ടെന്റിന്റെ അടുത്തേക്ക് പോയി. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു അകത്തേക്ക് കയറി ആ സഹോദരിയുടെ പ്രസവ ശുശ്രൂഷ നടത്താൻ വേണ്ടി, പ്രസവമെടുക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവും ആ സഹോദരനും പുറത്ത് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്തു.
അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും അലി റളിയല്ലാഹു അൻഹു മകളുമായ ആ മഹദി പുറത്തേക്ക് വന്നുകൊണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളുടെ സഹോദരന് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു, സുഖപ്രസവമാണ് എന്ന് പറഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്ന സംബോധന കേട്ടപ്പോൾ ഇദ്ദേഹം പരിഭ്രമിച്ച് ഞെട്ടിപ്പോയി. അലി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാൽക്കൽ വീണുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം പറയുന്നു, അഹ്ലുൻ നുബുവത്തി യുവല്ലിദൂന സൗജത്തി വയത്ബഹു അമീറുൽ മുഅ്മിനീന തആമൻ ലി വലി സൗജത്തി. അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു മഹദി എന്റെ ഭാര്യയുടെ പ്രസവമെടുക്കുക, അമീറുൽ മുഅ്മിനീൻ എനിക്ക് ഭക്ഷണം, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭക്ഷണം പാകം ചെയ്തു തരിക, എന്താണ് പടച്ചവനെ ഞാൻ ഈ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഇതാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഭരണചരിത്രം. അദ്ദേഹം 22 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു. നല്ല സുഭിക്ഷമായ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാറില്ല, നല്ല പത്രാസുള്ള വസ്ത്രം ധരിക്കാറില്ല, വലിയ മണിമാടികളിൽ താമസിക്കാറുമില്ല. ഒരു ഫക്കീറിനെ പോലെ വലിയ സാമ്രാജ്യത്തിന്റെ, വലിയ വിസ്തൃതിയുള്ള സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഈ രൂപത്തിലാണ് തന്റെ പ്രജകളെ സേവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം നമുക്കറിയാം. മുഗൾ ചക്രവർത്തിമാരിലെ 6ാമനായിരുന്നു ഔറംഗസീബ് എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം പക്ഷേ ചരിത്രത്തിൽ ഒരുപാട് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സാത്വികനായിരുന്നു, വലിയ നീതിമാനായിരുന്നു, പ്രജാവത്സലനായിരുന്നു. ചരിത്രം ശരിക്ക് അതിന്റെ യാഥാർത്ഥ്യത്തോടുകൂടെ അതിൽ മായം ചേർക്കാതെ നാം നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ തയ്യാറായാൽ ഔറംഗസീബാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊട്ടാര വിദൂഷകരെയൊക്കെ താൻ ഒഴിവാക്കി, കവികളെ താൻ ഒഴിവാക്കി, സംഗീതജ്ഞരെയും നർത്തകിമാരെയും ഒഴിവാക്കി ലളിതമായ ജീവിതം നയിച്ചു. വളരെ ആഡംബരരഹിതമായ ജീവിതമാണ് താൻ നയിച്ചത്. വളരെ പരിക്കൻ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് എത്രത്തോളം തന്റെ ഉപജീവനത്തിന് ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും എടുക്കാതെ മഹാനവറുകള് തൊപ്പി തുന്നിയും മുസാഫ് പകർത്തി എഴുതി അത് വിറ്റ് അതുകൊണ്ടുള്ള കാശ് കൊണ്ടായിരുന്നു താൻ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. തന്റെ മുൻഗാമികളായ സ്വന്തം പിതാവിനെ പോലും തിരുത്തിക്കൊണ്ടുള്ള ജീവിതം. ഷാജഹാനാണല്ലോ താജ്മഹൽ പണിതത്. അദ്ദേഹം വലിയ ആഡംബരങ്ങളുടെ പിന്നാലെ പോയിരുന്ന ആളാണ്. ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ രാജ്യത്തിന് സംഭാവന ചെയ്ത ആളാണ്. പക്ഷേ അതിലല്ല നമ്മൾ പ്രാധാന്യം കാണേണ്ടതെന്നും സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി, ഐശ്വര്യത്തിനു വേണ്ടി, അവരുടെ പട്ടിണിയെ കറ്റാൻ വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സുഖാഡംബരങ്ങളും ഒഴിവാക്കി താൻ തന്റെ 88ാമത്തെ വയസ്സിൽ 47 വർഷവും 8 മാസവും ഇന്ത്യയുടെ ഭരണം നടത്തിക്കൊണ്ട് തന്റെ 88ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ തന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള ഏതാനും നാണയത്തുട്ടുകൾ, താൻ കൊടുത്തേൽപ്പിച്ച ഏതാനും നാണയത്തുട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ രൂപത്തിലാണ് ഖജനാവ് കട്ടുമുടിച്ചുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് പല ഭരണാധികാരികളും വിലസുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും നമുക്ക് അർഹപ്പെട്ടതല്ല. നമ്മൾ ജനസേവകരാകണം. ജനങ്ങൾക്കുള്ള കാശ് അത് നമ്മുടെ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമുക്കനുവദിച്ച വേതനങ്ങൾ പറ്റുക എന്നല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും അഴിമതി നടത്താൻ ഒരു ഭരണാധികാരിക്ക് കഴിയില്ല. അങ്ങനെ നടത്തിയാൽ വിശ്വാസിയാണെങ്കിൽ, പരലോകത്ത് വിശ്വസിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം ഭരണാധികാരികൾക്ക് വേണം. അങ്ങനെ നല്ല രൂപത്തിൽ അഴിമതിരഹിതമായി പ്രജകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ നാം നടക്കാൻ പാടില്ല. നാം അങ്ങനെയുള്ളൊരു മനസ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഭരണാധികാരികളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവർ തന്റെ പ്രജകളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളികളായി അവരോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ, നാടിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ ആളുകൾ വീണ്ടും അവരെ തേടിയെത്തും. അധികാര കസേരയിലിരുത്തും. അധികാരത്തിന്റെ പിച്ചച്ചട്ടിയുമേന്തി അവരുടെ മുന്നിലേക്ക് പോകേണ്ട ആവശ്യം വരികയില്ല.
ഈ രൂപത്തിൽ ഭരണം നടത്താൻ നമ്മുടെ പുതിയ ഭരണസാരഥികൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.